ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ UAE എന്ന ഈ രാജ്യം നമുക്ക് എന്തുമാത്രം സംരക്ഷണം തരുന്നു എന്നൊരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയ സമയത്ത് നമ്മുടെ പേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ക്യാഷ് അധികമില്ലെങ്കിലും എമിറേറ്റ്സ് ID ഉണ്ടായിരുന്നു, ATMs ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, നിറയെ അങ്ങനെ കുറേ അതെല്ലാം അല്ല നമ്മുടെ മെയിനായിട്ടുള്ള ഇവിടെ ജീവിക്കേണ്ട സാധനങ്ങൾ. ഇതെല്ലാം അതിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം മിസ്സായി. നമ്മൾ ആ ടൈമിൽ നോക്കിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കാറെല്ലാം നമ്മൾ ഫുള്ള് സെർച്ച് ചെയ്തു. അതിനകത്ത് കുഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ അമ്മയെല്ലാം എടുത്തെന്ന് അറിയാനായിട്ട് എല്ലാം സെർച്ച് ചെയ്തു. ഒരു ബേക്കറി കയറിയിരുന്നു, അവിടെ തിരിച്ച് വന്ന് ചോദിച്ചപ്പോൾ അവിടെയും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് നമ്മളൊരു മസ്ജിദിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിരുന്നു. അത് നമ്മൾ വണ്ടി നിർത്തിയെങ്കിലും അവിടെ പേഴ്സ് എടുക്കേണ്ട ആവശ്യം, മസ്ജിദാന്ന് നമുക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പം അവിടെ കുറേ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ പാർക്കിങ്. അപ്പോൾ അവിടെ നിർത്തിയിരുന്നു വണ്ടി. അവിടെ നിർത്തി കുറച്ച് ടൈം അവിടെ നിന്നിരുന്നു, ഈ കടലിൻ്റെ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റീച്ച് ആയി കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പേഴ്സ് തപ്പുന്നത്. അവിടെ വെച്ച് കണ്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. ഈ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്യാമെന്നറിയാതെ നിന്നപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ മോളോട് പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ATMs ഒക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അതൊരു ഇഷ്യൂ ആകും. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ ഇറങ്ങിയാണ് മോളുടെ ഓഫീസിൽ നിന്ന് അവിടെ MDയുടെ കോൾ വന്നു. അവരുടെ ഓഫീസിൽ എന്തോ നമ്പർ ആ പേഴ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ നമ്പറിൽ ഇവിടുന്ന് വിളിച്ചിട്ട് അപ്പോൾ ഇന്നടുത്ത് സാധനമുണ്ട്, ഇന്ന സാധനം മിസ്സായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേന്ന് പറഞ്ഞ്. അപ്പം ഹാപ്പിയാന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ ഹാപ്പിയല്ല, എനിക്ക് ഇന്ന പുണക്കത്തെ കാര്യമുണ്ട്, ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇത് പറഞ്ഞത്. അന്നേരം അത് എൻ്റെ അടുത്ത് പോയി കളക്ട് ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ സ്ഥലം പറഞ്ഞപ്പോഴേ ഞാൻ മോളോട് പറഞ്ഞു, നമ്മൾ അവിടെ പോയില്ലേ, അവിടെ തന്നെയാണ് മജ്‌ലിസിൻ്റെ അവിടെ നിങ്ങൾ പോയോ എന്ന് ചോദിച്ചു. അപ്പം മജ്‌ലിസാണോ എന്തെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അവിടെ. അത് അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ ചെന്നപ്പോഴത്തേന് ഫോൺ നമ്പർ തന്നിരുന്നു. ആ ഫോൺ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ബോയ്, പുള്ളി ഒരു അവിടെ എല്ലാം മജ്‌ലിസെല്ലാം പുറത്തെല്ലാം ക്ലീൻ ചെയ്തോണ്ടേ കിട്ടി. അങ്ങനെ അത് കിട്ടിയോണ്ടേ ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തു പോലും. അപ്പോൾ ആ ഉസ്താദ് അവിടെ കുറേ ഗവൺമെൻറ് ഓഫീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അവിടെ ഒരു ഓഫീസിലിരുന്ന് ആളുകളുടെ കയ്യിൽ കൊടുത്തു. അവരാണ് നമുക്ക് ഈ ഫോൺ നമ്പർ അകത്തെല്ലാം സെർച്ച് ചെയ്തിട്ട് ഫോൺ നമ്പർ നോക്കിയാണെങ്കിൽ അങ്ങനെ അവരുടെ ഓഫീസിലെ നമ്പറിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വിളിച്ച് നമ്മൾ ചെന്നിട്ട് കളക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ബോയിക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പേഴ്സ് അകത്ത് നമ്മുടെ പ്രൂഫ് എല്ലാം കാണിച്ചപ്പോൾ നമ്മുടെ ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം പേഴ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോയിക്ക് എന്തെങ്കിലും കൊടുത്തേരെന്ന് പറഞ്ഞു. അവന് നമ്മൾ പൈസ കൊടുത്തു, അതല്ല കാര്യം. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സാധനം തിരിച്ച് കിട്ടിയത്. ഉസ്താദിനെ കാണാനും പറ്റിയില്ല, ഒരു നന്ദി വാക്ക് പറഞ്ഞില്ല. ഈ സമയത്ത് ഞാൻ ആ ഉസ്താദിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് തന്ന ആൾക്കാരുണ്ട്, അവർ ഓഫീസിൽ 2 പേരുണ്ടായിരുന്നു, അവർക്ക് ഒത്തിരി നന്ദി. അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ടാണ് പോരുന്നത്. എന്നാൽ പോലും അപ്പം നമുക്കൊന്നുകൂടെ പ്രൂവ് ചെയ്തു, നമ്മുടെ ഈ UAE എന്ന രാജ്യം നമുക്ക് സംരക്ഷണം നൽകുന്നു. ആരും മലയാളീസ് അല്ല അവിടെ ഉണ്ടായിരുന്നത്, എല്ലാം ഓരോ രാജ്യക്കാരായിരുന്നു. അപ്പം നമുക്ക് ഈ UAE നമുക്ക് നല്ല സംരക്ഷണം നൽകുന്ന ഒരു രാജ്യമാണെന്ന് ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ സൂക്ഷിക്കുക, എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കളവ് പോയാൽ തന്നെ ഇതുപോലെ നമുക്ക് തിരിച്ച് കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്കത് ദൈവം തിരിച്ച് തന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിന് നടക്കണ്ടേ ഒത്തിരി, എല്ലാം എടുക്കണമെങ്കിൽ പിന്നെ കുറേ നടന്നല്ലേ കിട്ടൂ. അങ്ങനെ ആകെ ടെൻഷനായി പോയായിരുന്നു ഞാനും മോളും. അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനോട് പ്രത്യേകം നന്ദിയും അവിടുത്തെ ജോലിക്കാരോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക്സ്.